ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹരിയാനയിലെ സോണിപാത്ത് എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ക്രൂരമായ ഒരു കൃത്യത്തെക്കുറിച്ചാണ്. ഹരിയാനയിലെ സോണിപാത്ത് എന്ന ഗ്രാമത്തിൽ കരണിനും ലക്ഷ്മിക്കും 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 പേര് പെൺമക്കളും 2 പേര് ആൺകുട്ടികളുമാണ്. അതിൽ 3 പെൺകുട്ടികളെ അവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് തന്നെ വിവാഹം കഴിച്ചയക്കുകയും അവർ സുഖമായി കഴിയുകയും ചെയ്യുന്നു. 2 ആൺമക്കൾ, അവരിൽ മൂത്തയാൾ മൻദീപും ഇളയയാൾ അമർദീപും ആയിരുന്നു. ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അമറിൻ്റെ വിവാഹത്തിന് ശേഷമാണ്. അതിനുള്ള കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, മൻദീപ് എന്ന സഹോദരന് ഉള്ള ഒരു സ്വഭാവമാണ്. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് തൻ്റെ വീട്ടിൽ നടക്കാവൂ എന്ന ഒരു ചിന്താഗതിയുള്ള ആളാണ് മൻദീപ്. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച കാര്യം നിറവേറാൻ ഏത് അറ്റവും പോകുന്ന ഒരാളാണ് അയാൾ. അമർദീപിൻ്റെ ഓഫീസിനടുത്ത് ആധാറിൻ്റെ ഒരു ക്യാമ്പ് നടക്കുകയുണ്ടായി. അതിലൂടെയാണ് തൻ്റെ പ്രണയിനിയെ അദ്ദേഹം കണ്ടുമുട്ടുകയും അവർ പ്രണയിക്കുകയും ചെയ്തത്. ദീർഘകാലത്ത് പ്രണയത്തിന് ശേഷം അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ആവശ്യം തൻ്റെ വീട്ടുകാരെ അറിയിക്കുകയും അവർ പെൺകുട്ടിയുടെ ഫോട്ടോ മറ്റും കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ കാര്യം തൻ്റെ ജ്യേഷ്ഠനെ അറിയിച്ചപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് പെൺകുട്ടിയുടെ ജാതി ഏതാണ് എന്നാണ്. തൻ്റെ ജാതിയല്ല എന്ന് അറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഈ വിവാഹം നടക്കാൻ സമ്മതമല്ല എന്നാണ് അറിയിച്ചത്. കുറേ കാലത്തെ പരിശ്രമത്തിന് ശേഷം അമറിന് മനസ്സിലായി ജ്യേഷ്ഠൻ ഈ വിവാഹത്തിന് സമ്മതം നൽകുകയില്ല. അതിനുശേഷം അമർദീപ് ഒരു 6 മാസത്തിന് ശേഷം താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചിറക്കി തൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും അമറിൻ്റെ വീട്ടുകാർക്ക് ആദ്യം അതൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തൻ്റെ മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവർ ഇറക്കി വിട്ടില്ല. തൻ്റെ മരുമകളായി അവർ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ തൻ്റെ ജ്യേഷ്ഠന് അനിയനോടുള്ള വൈരാഗ്യം കൂടുകയും അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. താൻ പറഞ്ഞ വാക്ക് തൻ്റെ അനിയൻ കേൾക്കാത്തതിനാൽ ജ്യേഷ്ഠന് അനിയനോട് ഡെയിലി വഴക്കുണ്ടാവുകയാണ് ചെയ്തത്. അമർദീപിൻ്റെ പാരൻസ് കുറേ പറഞ്ഞു നോക്കി മൻദീപിനോട്. ആ വൈരാഗ്യം എല്ലാം മറന്ന് ഒന്നായി അനിയനുമായി നല്ല തരത്തിലാവാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ മൻദീപ് അതിനെ വിസമ്മതിച്ചു. മൻദീപിൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യം കൂടുകയും ചെയ്തു. അമർദീപിൻ്റെ ഭാര്യ 5 മാസത്തിന് ശേഷം ഗർഭിണിയാവുകയും അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അതും കൂടി ആയപ്പോൾ അമർദീപിനുള്ള വൈരാഗ്യം കൂടി. താൻ പറഞ്ഞ വാക്ക് കേൾക്കാണ്ട് ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും അതേപോലെ തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇവർ 3 പേരിനെ വകവരുത്താൻ അയാൾ തീരുമാനിച്ചു. മെയ് 23 അയാൾ ആ കൃത്യം നടത്താനുള്ള ഡേറ്റായി തീരുമാനിച്ചു. ആ ദിവസം തൻ്റെ പാരൻസ് ക്ഷേത്രത്തിൽ രാവിലെ തന്നെ പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ അയാൾ ആലോചിച്ച പോലെ തന്നെ ആ ദിവസം അയാൾ ആ കൃത്യത്തിനായി തിരഞ്ഞെടുത്തു. അവരുടെ മാതാപിതാക്കൾ പുറത്തു പോയി കഴിഞ്ഞ 5 മിനിറ്റിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ നിന്ന് ഒരു കൂട്ട അലർച്ചയാണ് പുറത്തുള്ള മാതാപിതാക്കൾ കേട്ടത്. അത് കേട്ട് മാതാപിതാക്കൾ വീടിനകത്തേക്ക് കയറി ചെല്ലുകയും അവരുടെ മകൻ്റെ റൂമിലേക്ക് പോയപ്പോൾ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമർദീപിനെയാണ്. തൊട്ടടുത്തുള്ള തൻ്റെ കഴുത്തിൽ മുറിവായി മരുമകളും കുട്ടിയും കിടക്കുന്നതാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു നിസ്സഹായ അവസ്ഥയാണ്. തൊട്ട് പിന്നാലെ തന്നെ മൻദീപ് അവരുടെ മുന്നിലേക്ക് കടന്നു വരികയും താനാണ് ഇത് ചെയ്തതെന്നും പറയുകയും ചെയ്തു. തനിക്കിപ്പോഴാണ് ഒരു മനസ്സമാധാനം ലഭിക്കുന്നത് എന്നും അവരോട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവർ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൊട്ട് പിന്നാലെ മൻദീപ് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അതിനുശേഷം പോലീസ് വരികയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഫോറൻസിക്കും എല്ലാം കഴിഞ്ഞപ്പോൾ പാരൻസിനെ ചോദ്യം ചെയ്തപ്പോൾ അവർ നടന്ന എല്ലാ കാര്യവും പറഞ്ഞു. മൻദീപിന് ഇവരോടുള്ള ശത്രുതയും അങ്ങനെ എല്ലാം അവർ പറഞ്ഞു. അപ്പോൾ പോലീസ് പിന്നെ മൻദീപിനെ തിരയുന്ന തിരക്കിലായി. എന്നാൽ അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല, ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത്രയും ഒരു ക്രൂരനായ മനുഷ്യനായ കാരണം അയാൾ അത്രയും ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് അത്രയും ബ്രേവ് ആയിട്ടാണ് അവിടെ ഇരുന്നത്. അതുമൂലം തന്നെ അവർക്ക് ഒരു 2 ആഴ്ചത്തോളം അവർക്ക് 3 ആഴ്ചയോളം പോലീസിനെ ഇട്ട് കറക്കി മൻദീപ്. എന്നാൽ അവസാനം അയാളുടെ വീടിനടുത്തുള്ള ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ക്ഷേത്രത്തിനടുത്ത് അയാളെ പോലെ ഒരു യാചകരെ കണ്ടു എന്നുള്ള ഇൻഫോർമേഷനെ തുടർന്ന് പോലീസുകാർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് മൻദീപ് തന്നെയായിരുന്നു. തൻ്റെ വാക്ക് കേൾക്കാതിരുന്ന അനിയനെ താൻ കൊന്നുവെന്നും അവരുടെ ചോദ്യം ചെയ്യൽ അയാൾ പറഞ്ഞു. ഈ കാലത്തും ജാതിയുടെ പേരിൽ ഉള്ള കൊലപാതകങ്ങളുടെ ഒരു എണ്ണം കുറയുന്നില്ല. ഈ കാലത്തും ഇതേപോലെയുള്ള കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു